ഏതാനും ആഴ്ചകൾക്ക് മുന്നേ ബിറ്റ്കോയിൻ്റെ പ്രൈസ് 74,000 ആയിരുന്നു. 74,000. റൈറ്റ് നൗ ഇറ്റ് ഈസ് $110,000. അതായത് ഏകദേശം ഒരു 30% ഗ്രോത്ത്, ഏകദേശം 46% ഇസ് വെൻ്റ് അപ്പ്. ബിറ്റ്കോയിൻ്റെ ബുൾ മാർക്കറ്റ് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഇസ് ഗോയിങ് ടു ഹാപ്പൻ. ഇതുവരെ ബുൾ മാർക്കറ്റിലേക്ക് എത്തിയിട്ടില്ല. കഴിഞ്ഞ കൊല്ലത്തെ ടോപ്പ് എന്ന് പറഞ്ഞാൽ 69,000 ആണ്. ഇവിടെ ആയിരുന്നു 69,000, അറൗണ്ട് 69-70. അപ്പോൾ 69-70 പാസ് ചെയ്ത് നമ്മൾ പോയി അറൗണ്ട് 109 എത്തി. എന്നിട്ട് തിരിച്ച് 74 വന്നു. അതായത് 69 അല്ലെങ്കിൽ 70 ഈ ഒരു 74 തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇറ്റ്സ് കെയിം ബാക്ക് ടു ഓൾമോസ്റ്റ് ദാറ്റ് പൊസിഷൻ ആൻഡ് ദെൻ വി ആർ ഗോയിങ് ഫോർ എ ബുൾ മാർക്കറ്റ്. ഇറ്റ്സ് ഗോയിങ് ടു ബി ക്രേസി മന്ത്സ്. ഇനി അപ് ടു ഡിസംബർ ഐ തിങ്ക് എനിക്ക് തോന്നുന്നു ബിറ്റ്കോയിൻ ക്യാൻ ഗോ മോർ ദാൻ 280, 350 ദാറ്റ് റേഞ്ച്. ഇതേ രീതിയിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഹിറ്റ് 350, 280 to 350 റേഞ്ച്. സോ മെനി ഗുഡ് ന്യൂസ് ഹാപ്പനിങ് ഇൻ ദിസ് മന്ത്. മെയ് മാസത്തിൽ മാത്രം US ഏകദേശം 50 സ്റ്റേറ്റ്സ് ഉണ്ട്. ആ സ്റ്റേറ്റ്സിൽ 2 സ്റ്റേറ്റ്സ് ബിറ്റ്കോയിൻ സ്ട്രാറ്റജി അല്ലെങ്കിൽ ബിറ്റ്കോയിൻ അഡോപ്ഷന് അനുവാദം കൊടുത്തിട്ടുണ്ട്. ഒന്ന് ന്യൂ ഹാംഷെയർ, അതായത് അവരുടെ ക്യാപിറ്റൽ ഉണ്ടാകുന്ന 5% ഫണ്ട് ബിറ്റ്കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് ആസ് പെർ ദ റൂൾ 5%. അപ്പോൾ ആ 5% അവർ ഡിപ്ലോയ് ചെയ്യാനിരിക്കുന്നത് വിത്തിൻ നെക്സ്റ്റ് 60 days, അതായത് ഒരു ജൂണോ ജൂലൈക്കുള്ളിൽ ആ ഒരു 5% ഫണ്ട് മാർക്കറ്റിൽ ഹിറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ദാറ്റ് ഈസ് അറൗണ്ട് മില്യൺസ് ഓഫ് ഡോളർ വിൽ ബി. അതായത് ഏകദേശം ഒരു $150-150 മില്യൺസ് ഓഫ് ഡോളർ സ്പെൻഡ് ചെയ്ത് ബിറ്റ്കോയിൻ വാങ്ങിക്കാൻ. ഇവരുടെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ഈ ഒരു 4 സൈക്കിളിലും ബിറ്റ്കോയിൻ ഇതൊരു 4 സൈക്കിൾ കഴിഞ്ഞു. ഒരു സൈക്കിൾ എന്ന് പറഞ്ഞാൽ 4 കൊല്ലമാണ്. ഈ 4 സൈക്കിളിൽ നമ്മൾ കണ്ടുവന്നേക്കുന്ന പൈസ പോലല്ല, അല്ലെങ്കിൽ ആ ഒരു ബിഗ് മണി പോലല്ല, അല്ലെങ്കിൽ വെയിൽസ്. ഇപ്പോൾ ഉദാഹരണം കഴിഞ്ഞ 4 സൈക്കിൾ നമ്മൾ കണ്ടുവരുന്നത് ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഉയരുമ്പോൾ അതൊരു സെല്ല് ചെയ്യും, പ്രോഫിറ്റ് എടുക്കും. പക്ഷേ ഈ ഒരു ആളുകളെന്ന് പറയുന്നത് ദേ വിൽ കീപ് ദിസ് ബിറ്റ്കോയിൻ ഫോർ മെനി ഇയേഴ്സ്. അവർ ഈ ഒരു ബിറ്റ്കോയിൻ ഹൈയിലെത്തുമ്പം സെല്ല് ചെയ്യുക, വീണ്ടും വാങ്ങിക്കുക എന്നുള്ളതല്ല അവരുടെ ഉദ്ദേശം. ദേ ആർ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ബ്രീഡ്. അവർക്കറിയാവുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് ദേ ഹോൾഡ് മണി, ഇഫ് ദേ ഹോൾഡ് റിയൽ അസെറ്റ്സ്, ഇറ്റ് വിൽ ഗ്രോ ഡ്രാസ്റ്റിക്കലി. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം അവർക്കറിയാം. സോ ദേ വിൽ ഹോൾഡ് ആക്ച്വലി ഫോർ എവർ. ഓക്കെ, സോ ദിസ് മണി ഈസ് ഡിഫറെൻറ്റ്. ഈ മാർക്കറ്റിലേക്ക് വരുന്ന ഈ 180, 160 അല്ലെങ്കിൽ 200 മില്യൺ മേടിക്കുന്ന ബിറ്റ്കോയിൻ, ഇറ്റ് വിൽ നെവർ ഗോ ഔട്ട് ഫോർ അറ്റ്ലീസ്റ്റ് 25 years ഓർ 20 to 25 years. രണ്ടാമത്തെ സ്റ്റേറ്റ് അപ്രൂവൽ കൊടുക്കുന്ന അരിസോണ became the second state to pass a strategic Bitcoin reserve. What I'm saying is they are coming. 50 states within 3-4 years it will come for getting Bitcoin. ആ ഒരു ബിറ്റ്കോയിൻ ഒരിക്കലും പിന്നീട് പുറലോകം കാണാനുള്ള ചാൻസ് വളരെ കുറവാണ്. നെക്സ്റ്റ് ന്യൂസ് ഈസ് ദുബായ് ബിക്കം ദ ഫസ്റ്റ് ഗവൺമെൻറ് ടു അക്സെപ്റ്റ് ബിറ്റ്കോയിൻ. സോ ലോകത്തെ എല്ലാ രാജ്യങ്ങളും നോക്കി നിൽക്കുന്ന ഒരു കൺട്രിയാണ് ദുബായ്. ദേ സ്റ്റാർട്ടിങ് അക്സെപ്റ്റിംഗ് ബിറ്റ്കോയിൻ. അതായത് അവർക്ക് ബിറ്റ്കോയിൻ വെച്ചിട്ട് നിങ്ങൾക്ക് സാധനങ്ങൾ മേടിക്കാം, വിൽക്കാം, ലൈക്ക് എ കറൻസി. യു ക്യാൻ ഡു ഇറ്റ്. ഗവൺമെൻറ് അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി ബിറ്റ്കോയിൻ. ഇറ്റ്സ് എ ഗുഡ് തിങ് ആക്ച്വലി. പിന്നെ അടുത്തൊരു ഗുഡ് ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ M2 മണി സപ്ലൈ ഈസ് ഗോയിങ് അപ്പ്. M2 മണി സപ്ലൈ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മാർക്കറ്റിലുള്ള ക്യാഷ്, ബാങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ക്യാഷ്, അല്ലെങ്കിൽ പുതിയതായിട്ട് പ്രിൻറ്റ് ചെയ്യുന്ന പൈസ, അല്ലെങ്കിൽ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ കാണുന്ന ബാങ്കിലിട്ടേക്കുന്ന സ്റ്റോക്ക് മാർക്കറ്റിലിട്ടേക്കുന്ന പൈസ, ഇതിനെല്ലാമാണ് നമ്മൾ M2 മണി എന്ന് നമ്മൾ പറയുന്നത്. ആ M2 മണി സപ്ലൈ കൂടുക എന്ന് പറയുന്നത് ഓരോ രാജ്യങ്ങളും ഈ ഗ്ലോബൽ M2 മണിയാണ്. ഓരോ രാജ്യങ്ങളും അവരുടേതായിട്ടുള്ള പൈസ പ്രിൻറ്റ് ചെയ്ത് എക്കോണമിയിലേക്ക് ഇറക്കുകയാണ്. അതായത് നമ്മൾ ആ പൈസ നമ്മുടെ ബാങ്കിലിട്ടേക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ താഴോട്ട് പോയിക്കൊണ്ടിരിക്കും. പക്ഷേ M2 മണി അവർ സപ്ലൈ കൂടുന്നതനുസരിച്ച് അസറ്റ്സിൻ്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കും. അതായത് സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ്, അങ്ങനെ അതിൻ്റെ അസറ്റ്സ് കൂടിക്കൊണ്ടിരിക്കും. എസ്പെഷ്യലി ബിറ്റ്കോയിൻ ആയിരിക്കും ആദ്യം ഇത് സക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടെ കാണാം ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഏകദേശം 107. ഇപ്പോൾ നിങ്ങൾക്ക് ക്ലിയർലി ഇത് കാണാം ബിറ്റ്കോയിൻ ആ M2 മണി സപ്ലൈ ഫോളോ ചെയ്യാറുണ്ട് എപ്പോഴും. പക്ഷേ ഏകദേശം 10 to 12 weeks ലാഗ് ഉണ്ടായിരിക്കും. അതായത് ഏകദേശം 1 to 2 months ലാഗിലായിരിക്കും പോകുന്നത്.
ഓക്കെ, ചിലപ്പോൾ ആഫ്റ്റർ 2 months വി ക്യാൻ സീ ഹിയർ ബിറ്റ്കോയിൻ അറ്റ് 150 ദിസ് റേഞ്ച്. അതാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അടുത്തത് ഞാൻ പറഞ്ഞു നേരത്തെ നമ്മുടെ അഡോപ്ഷൻ റേറ്റ്, അഡോപ്ഷനല്ല, US-ലുള്ള 50 സ്റ്റേറ്റുകളിൽ 2 സ്റ്റേറ്റ് അഡോപ്ഷൻ ചെയ്തു എന്നുള്ള കാര്യം. ഇപ്പോൾ അതിൻ്റെ ഒരു വ്യാപ്തി മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ സ്റ്റേറ്റുകളിൽ ഉദാഹരണം നമ്മൾ കേരളമോ തമിഴ്നാടോ കർണാടകയോ ആരെങ്കിലും ബിറ്റ്കോയിൻ്റെ റിസർവ് അസറ്റാക്കി മാറ്റാൻ ഒരു തീരുമാനം എടുക്കുക എന്ന് പറയുമ്പോൾ അതിന് എത്രമാത്രം ഇമ്പോർട്ടൻസ് കാണും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ പറയുന്ന US-ലെ 2 സ്റ്റേറ്റുകൾ അഡോപ്റ്റ് ചെയ്തെന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ഒരു പ്രാധാന്യം കാണാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു മാപ്പ് എടുത്ത് ഇട്ടേക്കുന്നത്. ഗസ് ഇൻ ബിറ്റ്കോയിൻ്റെ ETF-ൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇറ്റ്സ് ഡിഫറെൻറ്റ് വേ. അതായത് നാളെ ഇല്ല എന്ന രീതിയിലാണ് ബിറ്റ്കോയിൻ ETF, US-ലുള്ള ETF അക്യുമുലേഷൻ ചെയ്യുന്ന ബിറ്റ്കോയിൻ, എസ്പെഷ്യലി ഐബിറ്റ്. ഇപ്പം നിങ്ങളുടെ ഇവിടെ കാണാം മെയ് 22-ന് ഏകദേശം $865 മില്യൺ. നിങ്ങൾ താഴോട്ട് നോക്കുമ്പോൾ കാണാം ഐബിറ്റ് മാത്രമേ ഉള്ളൂ ഒരു ബിറ്റ്കോയിൻ പോലും സെല്ല് ചെയ്യാതെ കഴിഞ്ഞ 10 ദിവസം നിൽക്കുന്നത്. അവിടെ ഈ US-ലുള്ള ബിറ്റ്കോയിൻ്റെ ETF-ന് മാത്രം ആവറേജ് എന്ന് പറയുന്നത് 319 മില്യനാണ്. അതായത് എല്ലാ ദിവസവും അറ്റ്ലീസ്റ്റ് 319 മില്യന് ബിറ്റ്കോയിൻ അവർ വാങ്ങിച്ചു കൂട്ടുന്നുണ്ട്, എല്ലാ ETF-ഉം കൂടെ. അപ്പോൾ 319 മില്യൺ എന്ന് പറയുമ്പോൾ 319 മില്യൺ ഡിവൈഡ് ബൈ ഏകദേശം 1,10,000 പ്രൈസ് കൊടുക്കാം. ഏകദേശം 2,900 ബിറ്റ്കോയിൻ ഡെയിലി വാങ്ങിക്കാനുള്ള പവർഫുള്ളായിട്ടുള്ള ബിഡ് മാർക്കറ്റിലുണ്ട്. 2,900 ബിറ്റ്കോയിൻ. നിങ്ങൾക്ക് ഓർക്കണം, 2,900 ബിറ്റ്കോയിൻ വീതം ഒരു 365 പോട്ടെ, 365 വേണ്ട, 250 എന്ന് വെച്ചാൽ 250 വർക്കിംഗ് ഡേയ്സ് ആണ്. ഐബിറ്റ് US സ്റ്റോക്കുകളൊക്കെ വർക്ക് ചെയ്യുന്നത് Monday to Friday ആണ്. അതുകൊണ്ടാണ് 250 വർക്കിംഗ് ഡേയ്സ് പറയുന്നത്. ഇതേ രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 7,25,000 ബിറ്റ്കോയിൻ അവർ ഒരു കൊല്ലം കൊണ്ട് അവർ അക്യുമുലേഷൻ ചെയ്യും. നമുക്ക് അത്രയും ഡീപ്പായിട്ട് പോകണ്ട. ഒരു ദിവസം ബിറ്റ്കോയിൻ മൈനിങ് ചെയ്ത് വരുന്നത് 450 ബിറ്റ്കോയിൻ ഒരു ദിവസം വരുത്തുള്ളൂ ലോകത്തെ എല്ലാവർക്കും വേണ്ടി. അപ്പോൾ 450 ഗുണം 365 എന്ന് പറയുമ്പോൾ ഒരു കൊല്ലം വരുന്നത് 1,64,000 ഉള്ളൂ. അതായത് 2024 മുതൽ 2028 വരെ എത്ര വരുമെന്ന് നമുക്കിനി കാണാൻ നോക്കും. ഡിവൈഡ് ഇൻറ്റു 4 കൂട്ടിക്കഴിഞ്ഞാൽ 6,57,000 ബിറ്റ്കോയിന് അടുത്ത 4 കൊല്ലം, അതായത് 2024 മുതൽ 2028 വരെ ബിറ്റ്കോയിൻ പുറത്തോട്ട് വരത്തുള്ളൂ. 6,57,000. അപ്പം നമ്മൾ നേരത്തെ കണ്ടു 2,900 ബിറ്റ്കോയിനാണ് ഒരു ഡിമാൻഡ് ഡെയിലി. അതിന് നമുക്ക് ഹാഫായിട്ട് കട്ട് ചെയ്യാം. 1,450 ഗുണം 250 നോക്കുവാണെങ്കിൽ തന്നെ 3,62,000 ബിറ്റ്കോയിൻ ഒരു കൊല്ലം കൊണ്ട് US-ലുള്ള ബിറ്റ്കോയിൻ്റെ ETF മാത്രം അക്യുമുലേഷൻ ചെയ്യും. 3,62,000. അതായത് പകുതി, അടുത്ത 4 കൊല്ലം പുറത്തോട്ട് വരാനിരിക്കുന്ന ബിറ്റ്കോയിൻ്റെ പകുതിയിൽ കൂടുതൽ മാത്രം അടുത്ത കൊല്ലം കൊണ്ട് US-ലുള്ള ബിറ്റ്കോയിൻ ETF മാത്രം അക്യുമുലേഷൻ ചെയ്യും. അപ്പോൾ ഈ പ്രൈസ് ക്യൂസ് അല്ലെങ്കിൽ ഷോർട്ട് ക്യൂസ് എന്ന് പറയുന്ന സംഭവം ഉണ്ടായിട്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന ഡിമാൻഡ് കൂടുതലാണ് മനസ്സിലാവുന്നുണ്ട്. ഈ ഡിമാൻഡ് കൂടുതലായ, എത്ര ഡിമാൻഡ് കൂടിയാലും ബിറ്റ്കോയിൻ പുറത്തോട്ട് വരുന്ന ലിമിറ്റഡ് ആയിരിക്കും, ഫിക്സ്ഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രൈസ് എക്സ്പ്ലോഡ് ചെയ്ത് പോകും. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഒരു ക്രിട്ടിക്കൽ ടൈമിൽ പ്രൈസ് എക്സ്പ്ലോഡ് ചെയ്യാൻ പോകാനുള്ള ചാൻസസ് വളരെ വളരെ കൂടുതലാണ്. സോ ഓക്കെ, സോ ദോസ് ആർ ദ ചാർട്ട്സ്. സി ദിസ് വൺ ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് ചാർട്ട്. ഓക്കെ, ഇത് ബിറ്റ്കോയിൻ റെയിൻബോ ചാർട്ട് എന്ന് പറയും. ഇതിൻ്റെ ഒരു പ്രാധാന്യം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റെയിൻബോ ചാർട്ടിൽ ബിറ്റ്കോയിൻ്റെ കറക്റ്റ് ടോപ്പും കറക്റ്റ് ബോട്ടവും മിക്ക സമയങ്ങളിലും, അതായത് 95% ടൈമിലും ആക്യുറേറ്റ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഈ റെഡ് എന്ന് പറയുന്നത് പല റെയിൻബോ എന്ന് പറഞ്ഞ പോലെ തന്നെ പല കളറുകൾ നിങ്ങൾക്ക് കാണാം. റെഡ്, യെല്ലോ, ഓറഞ്ച്, ഗ്രീന്, ബ്ലൂ. അതിൽ റെഡിലേക്ക് വരുമ്പം, പ്രൈസ് റെഡിലേക്ക് വരുമ്പോൾ, ഈ കറുത്ത ലൈൻ എന്ന് പറയുന്നത് ബിറ്റ്കോയിൻ്റെ പ്രൈസാണ്. ഈ റെഡിലേക്ക് വരുമ്പം ബിറ്റ്കോയിൻ്റെ ടോപ്പ് എക്സാക്ട്ലി ഫൈൻഡ് ചെയ്യും എപ്പോഴും. ഇവിടെ നിങ്ങൾക്ക് കാണാം 2020 ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട്. ചൈന ബാനിങ്ങും FTX എക്സ്ചേഞ്ച് കൊളാപ്സൊക്കെ കാരണമാണ് റെഡിലേക്ക് പോകായിരുന്നത്. അപ്പോൾ ഈ റെഡ് കറക്റ്റായിട്ട് ചൂസ് ചെയ്യുന്നു. അതേപോലെ തന്നെ ബോട്ടവും എല്ലാ വർഷവും ആക്യുറേറ്റായിട്ട് പ്രഡിക്ഷൻ ചെയ്യുന്നുണ്ട്. ഈ ബ്ലൂവിൽ വരുമ്പം ബോട്ടം ആയെന്ന് പറയുന്നു. എല്ലാ സമയത്തും ബോട്ടം എക്സാക്ട്ലി ബ്ലൂവിൽ അവർ ബോട്ടം ഫൈൻഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു റെയിൻബോ ചാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ കൊല്ലം ബിറ്റ്കോയിൻ ഈ കഴിഞ്ഞ 2 സൈക്കിളിനെ പോലെ തന്നെ റെഡ് സോണിൽ എത്തുകയാണെന്നുണ്ടെങ്കിൽ
ബിറ്റ്കോയിൻ്റെ പ്രൈസ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറൗണ്ട് 600 to 800,000 ആണ്. ഇപ്പോൾ റെഡ് സോണിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ സൈക്കിളിലെല്ലാം പോയിട്ടുണ്ട്. അല്ല, കഴിഞ്ഞ 2020 പോലെ തന്നെ ഈ ഓറഞ്ച് സോണിലേക്ക് വരുവാണെന്ന് മാത്രമേ വരത്തുള്ളൂ എന്ന് നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ പോലും ഓറഞ്ച് സോണിലേക്ക് എത്തുമ്പോൾ തന്നെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 300,000 വരുന്നുണ്ട്. 300,000 to 400,000 ആണ് ആ റേഞ്ച് കാണിക്കുന്നത് പോലും. പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? അപ്പം അത്രയും പോകാം ബിറ്റ്കോയിൻ്റെ പ്രൈസ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് ഓർമ്മയാണ്. ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ചാർട്ടാണ്. നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്യാം, ബിറ്റ്കോയിൻ റെയിൻബോ പ്രൈസ് ചാർട്ട് എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. ഭയങ്കര ആക്യുറേറ്റായിട്ട് ഇത് ബോട്ടവും ടോപ്പും ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ടോപ്പ് പോവുകയാണെന്നുണ്ടെങ്കിൽ 800,000 വരെ പോകാം. അതല്ല 2020 പോലാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു 2020 എന്ന് പറയുന്നത് റിയൽ ആയിട്ടുള്ളൊരു ബുൾ മാർക്കറ്റിൽ നടന്നിട്ടില്ല. ചൈന ബാനിങ് അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ കൊല്ലം അതല്ല. ഈ കൊല്ലം ബിറ്റ്കോയിൻ്റെ ETF വരുന്നുണ്ട്. ലോകത്തിലുള്ള എല്ലാ US-ലുള്ള എല്ലാ ബാങ്കുകൾക്കും ബിറ്റ്കോയിൻ കൈവശമാക്കാൻ നോക്കും. കമ്പനികൾക്ക് ബാലൻസ് ഷീറ്റിലാക്കാൻ നോക്കും. കഴിഞ്ഞ 15 കൊല്ലം ബിറ്റ്കോയിൻ അങ്ങനെ ഒരു സംഭവങ്ങളൊന്നുമില്ല. ഇത്രയും ലീഗലൈസ് ആക്കിയിട്ടില്ല. US ബിറ്റ്കോയിൻ ട്രഷറി ആയിട്ട് റിസർവ് അസറ്റായിട്ട് കണക്കാക്കപ്പെടുന്നു. അങ്ങനെ എല്ലാ പോസിറ്റീവ് ന്യൂസുകളും വന്നേക്കുന്നത് ഈ കൊല്ലമാണ്. അപ്പം ഏറ്റവും ബുൾ മാർക്കറ്റ്, ഏറ്റവും വലിയ ദ മദർ ഓഫ് ബുൾ മാർക്കറ്റ് എന്ന് പറയുന്ന സംഭവം വരേണ്ടത് അടുത്ത 1-2 കൊല്ലത്തിനുള്ളിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് റെഡ് ലൈനിലേക്ക് ബിറ്റ്കോയിൻ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി എ ഹ്യൂജ് മൊമെൻറ്റ്സ്. 800,000 600,000 നമ്മൾ ഈ സൈക്കിളിൽ നമ്മൾ കണ്ടേക്കാം. ഓക്കെ, ദെൻ JP Morgan. സോ ദിസ് ഗൈ ജെമി ഡൈമണ്ട് എന്ന് പറഞ്ഞ ഇദ്ദേഹം പണ്ട് മുതൽ ഏകദേശം 10 കൊല്ലത്തോളം ഇദ്ദേഹം ഇപ്പോഴും ബിറ്റ്കോയിനെ കുറിച്ച് തള്ളി പറയുന്നു. അദ്ദേഹം പറയുന്നത് ഇത് ക്രിമിനലുകൾ അല്ലെങ്കിൽ ഫ്രോഡുകൾ യൂസ് ചെയ്യുന്ന മണിയാണ് എന്ന് പറയുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഐ ഹാവ് ഓൾവേസ് ബീൻ ഡീപ്ലി ഒപ്പോസ്ഡ് ടു ക്രിപ്റ്റോ, എസ്പെഷ്യലി ബിറ്റ്കോയിൻ, ഈ സെഡ് ഡ്യൂറിങ് US Senate ഹിയറിംഗ് ദിസ് മന്ത്. അദ്ദേഹം പറയുന്നത് ഇത് ക്രിമിനലുകൾ മാത്രം യൂസ് ചെയ്യുന്ന പൈസയാണ്. അദ്ദേഹം ഗവൺമെൻറ് ആയിരുന്നെങ്കിൽ, അദ്ദേഹം അല്ലെങ്കിൽ US പ്രസിഡൻ്റായിട്ട് ഇലക്ട് ചെയ്യപ്പെടുമായിരുന്നെങ്കിൽ he would close it down. ബിറ്റ്കോയിൻ ക്ലോസ് ചെയ്യുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമുണ്ട്. അദ്ദേഹം പറയുന്നത് ഡു ആസ് ഐ സേ നോട്ട് ആസ് ഐ ഡു. തികച്ചും അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അദ്ദേഹം പറയുന്നത് ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം, നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ ചെയ്യുന്നത് നിങ്ങൾ ഒരിക്കലും ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറെ കാര്യം എന്ന് പറയുന്നത് JP Morgan will be the one of the authorized participants if the ETF is approved. ഈ ഒരു ന്യൂസ് എന്ന് പറയുന്നത് ബിറ്റ്കോയിൻ ETF വരുന്നതിന് മുന്നുള്ളൊരു ന്യൂസാണ്. ആ സമയത്ത് ബ്ലാക്ക് റോക്ക് ബിറ്റ്കോയിൻ ETFന് വേണ്ടി ഫയൽ ചെയ്യുമ്പോൾ അവർ കൊടുത്തേക്കുന്നത് ഓതറൈസ്ഡ് പാർട്ടിസിപ്പൻ്റായിട്ട് JP Morganൻ്റെ പേരാണ് കൊടുത്തേക്കുന്നത്. ഓതറൈസ്ഡ് പാർട്ടിസിപ്പൻ്റെ ഒരു ജോബ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളൊരു 100,000 ബിറ്റ്കോയിൻ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ, ബിറ്റ്കോയിൻ്റെ ETF മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള ബിറ്റ്കോയിൻ മാർക്കറ്റിൽ നിന്ന് മേടിക്കണം. ഇപ്പോൾ ആളുകൾ സെല്ല് ചെയ്യുകയാണെങ്കിൽ അതനുസരിച്ച് മാർക്കറ്റിൽ സെല്ല് ചെയ്യണം. അങ്ങനെയുള്ള പ്രോസസ്സുകളൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഓതറൈസ്ഡ് പാർട്ടിസിപ്പൻസ് ആയിരിക്കും. അപ്പോൾ JP Morganനെയാണ് ആ ഫയൽ വെച്ചത്. അപ്പോൾ JP Morgan ബിറ്റ്കോയിൻ മേടിക്കുകയും സെല്ല് ചെയ്യും. പക്ഷേ അതേ ഇവിടെ വന്ന് പറയുന്നത് എന്തൊക്കെയാണ്, അത് ഫ്രോഡാണ്, ഇതാണ് അതാണ്. പക്ഷെ അവർ ചെയ്യുന്നത് എന്തൊക്കെയാണ്, ഹെൽപ്പിംഗ് ബ്ലാക്ക് റോക്ക്. അപ്പോൾ ഈ ഇടയ്ക്ക് വന്ന ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ JP Morgan പറയുന്നു, ജെമി ഡൈമണ്ട് പറയുന്നത് അവരുടെ ബാങ്കിലുള്ള ക്ലയൻസിന് ബിറ്റ്കോയിൻ മേടിക്കാനുള്ള അനുവാദങ്ങൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ അവർ ബിറ്റ്കോയിൻ കീപ്പ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ കൊടുക്കുന്നില്ല. ഐ തിങ്ക് വിത്തിൻ നെക്സ്റ്റ് 2-3 years ദേ വിൽ സ്റ്റാർട്ട് ദാറ്റ് അഗെയിൻ. ഓക്കെ, അത് പുള്ളി പറയുന്നൊന്നും വിശ്വസിക്കേണ്ട കാര്യങ്ങളല്ല. അവർ ചെയ്യുന്നത് എന്താണെന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. കാരണം എല്ലാ കാര്യങ്ങളും പുച്ഛിക്കുന്നുണ്ടെങ്കിലും ഈ കനോട്ട് ഡു ദാറ്റ്. അതായത് ബിറ്റ്കോയിനെ എപ്പോഴും പുച്ഛിച്ചുകൊണ്ടിരിക്കാൻ ഒക്കത്തില്ല. ലോകം എങ്ങോട്ടാണ് പോകുന്നതനുസരിച്ച് മൂവ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ അവരുടെ ക്ലയൻസ് ബിറ്റ്കോയിൻ സപ്പോർട്ട് ചെയ്യുന്ന സർവീസ് കൊടുക്കുന്ന ബാങ്കിലേക്ക് പോകേണ്ടി വരും. സോ അതാണത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു ലാസ്റ്റ് കോട്ട് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു സംഭവം നിർത്താം, ഇന്നത്തെ ഒരു വീഡിയോ നിർത്താം. ഇത് സതോഷിയുടെ 9 റിമാർക്കബിൾ ആയിട്ടുള്ള കോട്ട്സാണ്. അതിലൊന്ന് നമുക്കെടുക്കാം. സോ അദ്ദേഹം പറഞ്ഞു, ഇറ്റ് മൈറ്റ് മേക്ക് സെൻസ് ജസ്റ്റ് ടു ഗെറ്റ് സം ഇൻ കേസ് ഇറ്റ് ക്യാച്ചസ് ഓൺ. ഇഫ് ഇനഫ് പീപ്പിൾ തിങ്സ് ദ സെയിം വേ ദാറ്റ് ബിക്കം എ സെൽഫ് ഫുൾഫില്ലിംഗ് പ്രൊഫസി. അതായത് പറയുന്നത് കുറച്ചെങ്കിലും ബിറ്റ്കോയിൻ മേടിച്ച് വെക്കും, നാളെ എല്ലാവരും ഇതേപോലെ ചിന്തിച്ച് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ, ബിറ്റ്കോയിൻ നല്ല സംഭവമാണ്, നല്ല റിയൽ മണിയാണെന്ന് ചിന്തിച്ച് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ, ഇറ്റ് വിൽ
ഇറ്റ് വിൽ ബിക്കം എ സെൽഫ് ഫുൾഫില്ലിംഗ് പ്രൊഫസി. അതായത് ബിറ്റ്കോയിൻ്റെ പ്രൈസ് എക്സ്പൊണൻഷ്യലി മൂവ് ചെയ്യും എന്നാണ് അതിൻ്റെ അർത്ഥം. അദ്ദേഹം തന്നെ തുടക്കത്തിൽ പറഞ്ഞു, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ബിറ്റ്കോയിൻ മേടിച്ച് വെച്ചാൽ മേ ബി ഇറ്റ് വിൽ ചേഞ്ച് യുവർ ലൈഫ്. അതാണ് അദ്ദേഹം പറയുന്നത്. സോ ഗൈസ്, അതേ ഉള്ളൂ എൻ്റെ ഒരു അഭിപ്രായം അത് തന്നെയാണ്. ജസ്റ്റ് ബൈ സം ബിറ്റ്കോയിൻ. ഓക്കെ, സോ ടേക്ക് കെയർ, ബൈ ബൈ.